ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിലെ 10 മാർക്കിൻ്റെ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 10 മാർക്കിൻ്റെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 10 മാർക്കിൽ കൂടുതലായിട്ട് കാണാറുള്ള ഒരു ഏരിയയാണ്. നമ്മളുടെ വെക്ടർ സ്പേസും അതിൻ്റെ ബേസിസുകളൊക്കെ കുറിച്ചുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ആ ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? Let V1 equal to 1, 2, 1, V2 equal to 2, 9, 0 and V3 equal to 3, 3, 4. Show that set V1, V2, V3 is a basis of R3. Second one, find the coordinate vector of V equal to 5, minus 1, 9 related to the basis V1, V2 and V3. ഓക്കെ, സോ എന്ന് പറഞ്ഞാൽ നമുക്ക് V1ഉം V2ഉം V3യും തന്നിട്ടുണ്ട്. ആ V1, V2, V3 എന്ന് പറയുന്നത് R3ൻ്റെ ഒരു ബേസിസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ എന്താ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബേസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സബ്സെറ്റ് ആണ്, സബ്സ്പേസ് ആണ്. അതെന്തായിരിക്കും? ഒരേ സമയം സ്പാൻ ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു സെറ്റ് എന്താണെന്ന് കാണിക്കണം. സ്പാൻ ഓഫ് R3 ആണെന്ന് കാണിക്കണം, അതുപോലെ തന്നെ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എ പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി കാണിക്കാനുള്ളത്. സോ നമുക്ക് എഴുതി വെക്കാം. ഇവിടെ V1 എന്ന് പറയുന്നത് ഈക്വൽ ടു 1, 2, 1 ആൻഡ് V2 ഈക്വൽ ടു 2, 9, 0, V3 ഈക്വൽ ടു 3, 3, 4. ഓക്കെ, സോ ഈ ഒരു ഇതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്പാൻ ഓഫ് R3 ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് തന്നിട്ടുള്ള എസ് എന്ന് വിളിക്കാം നമുക്ക് ആ സെറ്റിനെ. V1, V2, V3 എന്ന് പറയുന്ന സെറ്റിന് എസ് എന്ന് വിളിക്കാം. ആ എസ് എന്ന് പറയുന്ന സെറ്റ്, V1, V2, V3 എന്ന് പറയുന്ന സെറ്റ് R3 എന്ത് ചെയ്യുന്നുണ്ട്? സ്പാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. എന്താ സ്പാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, R3യിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും V1, V2, V3ൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അതാണ് സ്പാനിങ് എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എലമെൻ്റ് എടുക്കുക. എവിടെ നിന്ന്? നമ്മൾ R3യിൽ നിന്ന് ഒരു എലമെൻ്റ് എടുത്തു. ആ R3യിലുള്ള B ബിലോങ്സ് ടു R3. അപ്പോൾ R3യിലുള്ള എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ബിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ട്രിപ്ലറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ B is equal to B1, B2, B3 എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ കാണിക്കേണ്ടത്? ഈ V1, V2, V3ൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ആരെഴുതാൻ പറ്റണം? ബിനെ നമുക്ക് എഴുതാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ C1, V1 പ്ലസ് C2, V2 പ്ലസ് C3, V3 ഈക്വൽ ടു ബി. C1, C2, C3 ആർ സ്കേലാർസ്. ഓക്കെ, സോ V1, V2, V3 എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സ് ആണ്. സോ നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നു. സോ എന്താ വരുന്നത്? നമുക്ക് C1 ഇൻറ്റു V1 എന്ന് പറഞ്ഞാൽ 1, 2, 1 പ്ലസ് C2 ഇൻറ്റു 2, 9, 0 പ്ലസ് C3 ഇൻറ്റു 3, 3, 4 ഈക്വൽ ടു ബിനെ നമുക്ക് എങ്ങനെ മാറ്റാം? B1, B2, B3. ഓക്കെ, സോ നേരത്തെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെ അഡീഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. സോ എന്ത് കിട്ടും നമുക്ക്? C1, 2C1, C1 പ്ലസ് 2C2, 2C2, 9C2, 0 എന്ന് കിട്ടും. പ്ലസ് 3C3, 3C3, 4C3 ഈക്വൽ ടു B1, B2, B3. ഓക്കെ, സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇനി നേരെ ഇക്വേഷനായി കൺവേർട്ട് ചെയ്യാം. സോ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? C1 പ്ലസ് 2C2 പ്ലസ് 3C3. ഓക്കെ, ദാറ്റ് ഈസ് C1 പ്ലസ് 2C2 പ്ലസ് 3C3. 3C3 ഈക്വൽ ടു എന്താണ് ഇവിടെ വരുന്നത്? ഇക്വേഷൻ്റെ അപ്പുറത്ത് വരുന്നത് B1 ആണ്. സോ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് B1. നെക്സ്റ്റ് വൺ 2C1, 9C2, 3C3. ഓക്കെ, 2C1
പ്ലസ് 9c3 പ്ലസ് 9c3 പ്ലസ് 3c3 ഈക്വൽ ടു B2 എന്ന് കിട്ടും. ലാസ്റ്റ് വൺ C1 പ്ലസ് 0 പ്ലസ് 4c3 അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം C1 പ്ലസ് 4c3 ഈക്വൽ ടു B3 എന്ന് കൊടുക്കാം. സോ നമുക്ക് ഇതിനെ സ്പാൻ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സ് കോഎഫിഷ്യന്റ് ഓഫ് ദി ലീനിയർ ഇക്വേഷൻസ് ആണ്. സോ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 1 2 3 നെക്സ്റ്റ് 2 9 3 1 0 4. ഓക്കെ, ആൻഡ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന മെട്രിക്സ് അതിൻ്റെ കോൺസ്റ്റൻറ്റുകളും. സോ B1 B2 B3. സോ ഇത് സ്പാൻ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നോൺ സീറോ ആണ്, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. C1 C2 C3 എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, സോ അതിന് വേണ്ടി നമുക്ക് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് ആണ്. 3 ഇക്വേഷൻസ് ഉണ്ട്, 3 വേരിയബിൾസും ഉണ്ട്, 3 അൺനോൺസും ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് എന്ത് പറയാൻ പറ്റും, സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, സ്പാൻ ഓഫ് R3 ആയിട്ട് പറയാൻ പറ്റും. സോ സൊല്യൂഷൻ എന്ത് കാണിക്കാം നമ്മൾ. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിറ്റർമിനൻ്റ് ഓഫ് എ. സോ ഡിറ്റർമിനൻ്റ് ഓഫ് 1 2 3 2 9 3 1 0 4. ഓക്കെ, ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക, 1 ഇൻറ്റു 9 4 36 മൈനസ് 0 മൈനസ് 2 ഇൻറ്റു 2 2 8 മൈനസ് 3 പ്ലസ് 3 ഇൻറ്റു 0 മൈനസ് 9. സോ ഈ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 1 ഇൻറ്റു 36 ആണ്, മൈനസ് ഇവിടെ 8 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടും. 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നത്, 10 എന്ന് കിട്ടുന്നുണ്ട്. പ്ലസ് ഹിയർ 3 മൈനസ് 9 എന്ന് പറഞ്ഞാൽ മൈനസ് 27 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്കിത് ഏത് ഇറ്റ് 0 ഓർ നോട്ട് എന്ന് മാത്രം കാണിച്ചാൽ മതി. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. 36 മൈനസ് 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 26 മൈനസ് 27 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എന്തല്ല, 0 അല്ല. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ സെറ്റ് V1 V2 V3 എന്ന് പറയുന്ന സെറ്റ് സ്പാൻസ് R3 എന്ത് ചെയ്യുന്നുണ്ട്, സ്പാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സൊല്യൂഷൻ കാണാൻ പറ്റുന്നുണ്ട്. സോ ഒന്നാമത്തെ ഭാഗം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തും കൂടെ കാണിക്കണം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കൂടെ കാണിക്കണം. എന്താ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഈ തന്നിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്കേലാറുകൾ എന്താവണം, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റുകൾ എന്താവണം, 0 ആയിട്ട് കിട്ടണം നമുക്ക്. സോ നമുക്ക് തന്നിട്ടുള്ള ഇവിടെ B1 B2 B3 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആ സമയത്ത് നമ്മൾ ഫോർമുല വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇക്വേഷൻ ഫോം ചെയ്യുന്നൊന്നുമില്ല. ഡയറക്റ്റ്ലി നമ്മൾ ഈ ഒരു കിട്ടിയ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, B1 B2 B3 എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എന്ത് കിട്ടും നമുക്ക്, C1 പ്ലസ് 2C2 പ്ലസ് 3C3 ഈക്വൽ ടു 0. 3C3 ഈക്വൽ ടു 0. B1 ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ 2C1 പ്ലസ് 9C3 2C1 plus 9C3 plus 3C3 equal to 0. 3C3 equal to 0. Last one C1 plus 4C3. C1 plus 4C3 equal to 0. So ഇതിൻ്റെ സൊല്യൂഷൻ എന്താവണം, 0 ആവണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്കറിയാം ലീനിയർ കോമ്പിനേഷൻ ദാറ്റ് ഈസ് C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് CN VN ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്ത് കിട്ടണം, C1 ഈക്വൽ ടു C2 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു CN ഈക്വൽ ടു എന്ത് കിട്ടണം, നമുക്ക് 0 എന്ന് കിട്ടണം. സോ നമ്മളിതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് കാണിക്കാൻ പോവാണ്, 0 ആണെന്ന് കാണിക്കാൻ പോവാണ്. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ, സൊല്യൂഷൻ കാണാം നമുക്ക്. സോ നമുക്ക് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുന്നത്, നേരെ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് A/B ഈക്വൽ ടു 1 2 3 2 9 0 കൂടി വരുന്നുണ്ട്, 2 9 3 1 0 4 കോൺസ്റ്റൻസ് 0 0 വരുന്നുണ്ട്. ഓക്കെ,
ഇനി ഇനി വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എലമെൻറ്റ് ഓൾറെഡി 1 ആണ്. സോ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അതവിടെ കീപ്പ് ചെയ്യാം. എന്നിട്ട് ആ 1 എക്സിസ്റ്റ് ചെയ്യുന്ന കോളത്തിലെ ബാക്കി 2 എലമെൻറ്റുകളെയും നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യണം, 0 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ 2 0 ആക്കുന്നു, 1 0 ആക്കുന്നു. എങ്ങനെ 2 0 ആക്കുന്നത്? ഫസ്റ്റ് റോ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ R2 ആണ് മാറ്റുന്നത്. അത് R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1. അതുപോലെ തന്നെ R3 ഇംപ്ലൈസ് R3 മൈനസ് R1 എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, സോ എന്ത് കിട്ടുന്നുണ്ട്? ഇറ്റ് ഈസ് ഇക്വാലൻ്റ് ടു ഫസ്റ്റ് റോക്ക് വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് റോ 1 2 3 0, ഇവിടെ 0 ആയിട്ട് മാറി അല്ലേ. ഇനി R2 മൈനസ് 9, സോറി R2 മൈനസ് 2R1 ആണ്. എന്ന് പറഞ്ഞാൽ R2 എന്ന് പറഞ്ഞാൽ 9 ആണ്. ദാറ്റ് ഈസ് 9 മൈനസ് 2 ഇൻറ്റു 2. ഓക്കെ, ദാറ്റ് ഈസ് 9 മൈനസ് 4, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 5 ആണ്. ഓക്കെ, സോ അടുത്തതായിട്ട് വരുന്നത് 3 മൈനസ് 2 ഇൻറ്റു 3. 3 മൈനസ് 2 ഇൻറ്റു 3 മീൻസ് 3 മൈനസ് 6, ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് -3. 0 മൈനസ് 0 അവിടെ മാറ്റുന്നുണ്ടല്ല, 0 തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ദെൻ തേർഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയി. സെക്കൻഡ് എലമെൻറ്റ് 0 മൈനസ് 2, യു വിൽ ഗെറ്റ് -2. 4 മൈനസ് 3 1, നെക്സ്റ്റ് എലമെൻറ്റ് 0. ഓക്കെ, ഇനി വേണ്ടത് എന്താ? ഇനി വേണ്ടത് സെക്കൻഡ് റോയിലുള്ള സെക്കൻഡ് എലമെൻറ്റിന്, അതായത് ഈ എലമെൻറ്റിന് എന്താക്കി മാറ്റണം, നമ്മൾ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് 1 ആക്കി മാറ്റാൻ വേണ്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5നെ 1 ആക്കാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R2 ഇംപ്ലൈസ് 1/5 R2 എന്ന് എഴുതാം. സോ നമുക്ക് എന്ത് കൊടുക്കാം, ഇക്വാലൻ്റ് ടു ഫസ്റ്റ് റോക്ക് വ്യത്യാസമൊന്നുമില്ല, 1 2 3 0. സെക്കൻഡ് റോ ഫസ്റ്റ് എലമെൻറ്റ് വ്യത്യാസമില്ല, സെക്കൻഡ് എലമെൻറ്റ് 1 ആയിട്ട് മാറി. തേർഡ് എലമെൻറ്റ് -3/5 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടെ 0 തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. തേർഡ് റോക്ക് മാറ്റമൊന്നുമില്ല, 0 മൈനസ് 2 1 0 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ ആ 1ന് താഴെയുള്ള ഈ ഒരു എലമെൻറ്റിനെ -2 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, 0 ആക്കി മാറ്റണം. സോ അത് 0 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് R3 ഇംപ്ലൈസ് R3 പ്ലസ് 2R2 ചെയ്താൽ മതി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്തായിരിക്കും വരുന്നുണ്ടാവുക, സോറി മെട്രിക്സ് എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഫസ്റ്റ് റോക്ക് വ്യത്യാസമൊന്നുമില്ല, 1 2 3 0 ആണ്. സെക്കൻഡ് റോക്ക് മാറ്റമൊന്നുമില്ല, 0 1 -3/5 0. ഈ എലമെൻറ്റ് ഓൾറെഡി 0 ആണ്, സെക്കൻഡ് എലമെൻറ്റ് 0 ആയിട്ട് മാറി. ഇനി 1 മൈനസ് എന്താ വരിക, സോറി 1 പ്ലസ് 2 ഇൻറ്റു -3/5 എന്ന് കിട്ടും. അല്ലെങ്കിൽ 1 മൈനസ് 6/5 വരും. അതും അല്ലെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്, -1/5 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ഇവിടെ വരുന്നത് -1/5 എന്ന് കിട്ടും. ഇത് 0 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ, -1/5 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇപ്പം എന്തായിട്ട് മാറിയത്, എക്കലോൺ ഫോമിലായിട്ട് മാറി. ഡയറക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത് നോക്കിക്കോളൂ. ദാറ്റ് ഈസ് ഇവിടെ വരുന്നത് നേരെ ഇക്വേഷനിലേക്ക് മാറ്റുമ്പോൾ C1 പ്ലസ് 2C2 പ്ലസ് 3C3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് C2 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ C2 മൈനസ് 3/5 C3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് -1/5 C3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, C3 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം അല്ലേ. -1/5 C3 എന്ന് പറഞ്ഞാൽ C3 ഈക്വൽ ടു 0 ആണ്. അതിന് നമ്മൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. C3 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, C2 ഓൾസോ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ C2ഉം C3യും 0 ആണെങ്കിൽ ആരും 0 ആണ്, C1 എന്തായിരിക്കും, 0 ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയത് എന്താ, C1 C2 C3 എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് സീറോസ് ആണെന്ന് കിട്ടുന്നുണ്ട്. സോ ആ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സ്കേലാറുകൾ അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റൻറ്റുകൾ എന്തായിട്ട് മാറുന്നുണ്ട്, 0 ആയിട്ട് മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ഗിവൺ സെറ്റ് V1 V2 V3 എന്ന് പറയുന്നത് ആരുടെ ഒരു ബേസ് ആണ്, R3യുടെ ഒരു ബേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്.
ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി ഈക്വൽ ടു 5 മൈനസ് 1 9 റിലേറ്റീവ് ടു ബേസിസ് v1 v2 v3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് v1 v2 v3 എന്ന് പറയുന്നത് R3യിലെ ഒരു ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് v ഈക്വൽ ടു 5 മൈനസ് 1 9 എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിൻ്റെ അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കോർഡിനേറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v1 v2 v3 ഉപയോഗിച്ച് v1 v2 v3യും v ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നു. ആ ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോർഡിനേറ്റ് വെക്ടർ ആയിട്ട് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളിതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കോൺസ്റ്റൻറ്റുകൾ മാത്രമേ മാറുള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും വരിക. സോ ഞാൻ ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നു. ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് c1 പ്ലസ് 2c2 പ്ലസ് 3c3 ഈക്വൽ ടു ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് വി എന്ന് പറഞ്ഞാൽ 5 ഈക്വൽ ടു b1 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. സോ ഈക്വൽ ടു 5 കിട്ടും. നെക്സ്റ്റ് വൺ 2c1 പ്ലസ് 9c3 പ്ലസ് 3c3 ഈക്വൽ ടു ഏതാണ് എലമെൻറ്റ് വരുന്നത്, -1 ആണ് വരുന്നത്. സെക്കൻഡ് വൺ -1. നെക്സ്റ്റ് വൺ c1 പ്ലസ് 4c3 ഈക്വൽ ടു തേർഡ് എലമെൻ്റ് ആയിട്ട് വരുന്നത് 9 ആണ്, ഈക്വൽ ടു 9. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടാൽ മതി. c1 c2 c3ൻ്റെ വാല്യൂ ആണ് അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോം ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 2 3 5 2 9 3 -1 1 0 4 5. ഓക്കെ, ദെൻ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഈ തന്നിട്ടുള്ള മെട്രിക്സിനെ ഗോസ് എലിമിനേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ തന്നിട്ടുള്ള മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇവിടെ ലീഡിങ് 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ 1 ആക്കി കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ താഴെ വരുന്ന രണ്ട് എലമെൻറ്റുകളെ, അതായത് 2നെയും 1നെയും എന്താക്കണം, 0 ആക്കണം. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1 എന്നും, അതുപോലെ തന്നെ R3 ഇംപ്ലൈസ് R3 മൈനസ് R1 എന്നും വരും. ഇതിൽ വ്യത്യാസം വരുന്നത് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, തേർഡ് കോളത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്, തൊട്ട് മുമ്പത്തെ പോലെ തന്നെ വരാം. ഈക്വൽ ടു ഫസ്റ്റ് റോക്ക് വ്യത്യാസമില്ല, 1 2 3 5 തന്നെയാണ്. ഇത് 0 ആയിട്ട് മാറുന്നുണ്ട്. ദെൻ 9 മൈനസ് 2 9 മൈനസ് എന്താ വരുന്നത്, 9 മൈനസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 5 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, 5 എന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് 3 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -3. -1 അടുത്തത് വരുന്നത് -1 മൈനസ് 2 ഇൻറ്റു 5 അല്ലെങ്കിൽ -1 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു -11 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് -11 എന്ന് വരും. സോ നെക്സ്റ്റ് റോ വരുന്നത് ഇത് 0 ആയിട്ട് മാറി. ഇവിടെ 0 ഉള്ളത് 0 മൈനസ് 2 മീൻസ് യു വിൽ ഗെറ്റ് -2 ആയിട്ട് മാറി. 4 മൈനസ് 3 മീൻസ് 1 ആയിട്ട് മാറി. 5 മൈനസ് 5 ഓൾറെഡി 0 ആയിട്ട് മാറി. ഓക്കെ, നോട്ട് 5, ഇത് അവിടെ 9 ആണുള്ളത്, 5 അല്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 9, സോ 9 മൈനസ് 5 വിൽ ഗെറ്റ് 4. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ 5ന് എന്താക്കണം, 1 ആക്കി മാറ്റണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കാം. R2 ഇംപ്ലൈസ് 1/5 R2 എന്ന് വരും. ഓക്കെ, 1/5 R2 ദാറ്റ് ഈസ് വിച്ച് ഈസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 1 2 3 5 കൊണ്ട് മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ ഇവിടെ 0, ഇത് 1, ഇവിടെ -3/5 -11/5. ഓക്കെ, നെക്സ്റ്റ് തേർഡ് റോക്ക് വ്യത്യാസമൊന്നുമില്ല, 0 -2 1 4. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു,
1ന് താഴെയുള്ള ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. -2നെ നമ്മൾ 0 ആക്കുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് R3 ഇംപ്ലൈസ് R3 പ്ലസ് 2R1 ആണ് ചെയ്യുന്നത്. സോറി 2R2 ആണ് ചെയ്യുന്നത്. ഓക്കെ. സോ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ശ്രദ്ധിക്കണേ. ദാറ്റ് ഈസ് ഫസ്റ്റ് റോക്കും സെക്കൻഡ് റോക്കും മാറ്റൊന്നുമില്ല. ഫസ്റ്റ് റോ 1 2 3 5 0 1 -3/5 -11/5. ഓക്കെ. ഫസ്റ്റ് എലമെൻറ്റ് ഓൾറെഡി 0 ആണ്. സെക്കൻഡ് എലമെൻറ്റ് കൂടെ 0 ആയിട്ട് മാറി. അടുത്തത് വരുന്നത് ഇവിടെ 1 ആണ്, -3/2 ആണ്, -3/5 ആണ്. സോ ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 + 2 × -3/5 എന്ന് വരും. സോ 1 - 6 എന്നാണ് വരും അല്ലേ? 1 - 6/5 എന്ന് കിട്ടും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? -1/6 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് വാല്യൂ വരുന്നത് -1/6. -1/6. അടുത്തത് 4 ആൻഡ് മൈനസ് ഇവിടെ 4 ആൻഡ് -1/5 -11/5. ഓക്കെ. സോ അങ്ങനെ ആകുമ്പോൾ എന്താ വരുന്നുണ്ടാവുക? ശ്രദ്ധിക്കണേ. ദാറ്റ് ഈസ് 4 + -11/5 × 2. ഓക്കെ. സോ 4 - 22/5 എന്ന് കിട്ടും. അല്ലെങ്കിൽ 20 - 22/5 വരും. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് -2/5. ഓക്കെ. സോ ഇവിടെ വരുന്നത് -2/5 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ. സോ ഇപ്പോൾ എന്തായിട്ട് മാറിയത്? എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ? ഇനി നമുക്കതിനെ ഇക്വേഷനാക്കി മാറ്റാം. ഇക്വേഷനാക്കി മാറ്റുമ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ നമുക്ക് C1 + 2C2 + C3 = 5. സെക്കൻഡ് വണ്ണ് വരുന്നത് C2 - 3/5 C3 = -11/5. നെക്സ്റ്റ് വരുന്നത് -1/6 C3, സോറി 1/5 -1/5 ആണ് വരുന്നത്. -6 അല്ല 1/5 ആണ് അവിടെ വരുന്നുണ്ടാവുക. സോ -1/5 C3 -1/5 C3 = -2/5 എന്ന് കിട്ടുന്നുണ്ട്. സോ -1/5 അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ C3 = -5/2 × 5/-1 വരും. ക്യാൻസൽ ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് C3 = 2 എന്ന് കിട്ടും. സോ C3യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2 എന്ന് കിട്ടുന്നുണ്ട്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക C3 ഇവിടെ. സോ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് C2 - 3/5 C3 = -11/5 ആണ്. -11/5 ആണ്. C3 = എന്താ കിട്ടിയത്? 2 ആണ് കിട്ടിയിട്ടുള്ളത്. സോ C2 - 3/5 × 2 = -11/5 എന്ന് കിട്ടും. അല്ലെങ്കിൽ C2 - 6/5 = -11/5 എന്ന് വരും. ഓ C2 = നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? -11/5 + 6/5 എന്ന് വരും. ഓക്കെ. അല്ലെങ്കിൽ C2 = -5/5 അതർവൈസ് -1 എന്ന് കിട്ടും. സോ C2 = -1 കിട്ടി. സോ C3 നമുക്ക് ഇവിടെ ഉള്ളത് C3 എന്ന് പറയുന്നത് -2 ആണ്. C2 എന്ന് പറയുന്നത് -1 ആണ്. സോറി C3 2ഉം C2 -1 ആണ്. ഈ രണ്ട് വാല്യൂ നമ്മൾ ഫസ്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് C1 + 2C2 + 3C3 = 5 എന്ന് പറയുന്ന ഫോർമുലയാണ്. അതിനകത്ത് രണ്ട് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C1 + 2 × -1 + 3 × 2 = 5. സോ C1 - 2 + 6 = 5 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? C1 + 4 = 5. അതർവൈസ് C1 = 5 - 4. ദാറ്റ് ഈസ് C1 = നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1 എന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടറായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? C1 C2 C3 ആണ് വരുന്നത്. സോ C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. C2 -1 ആൻഡ് C3 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടറായിട്ട് വരുന്നത് 1 - 1 2 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ?